കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ഒരു വാർത്ത നിങ്ങളിൽ പലരും കണ്ടു കാണും. നമ്മുടെ ഇന്ത്യയുടെ GDP മുന്നേറ്റത്തെക്കുറിച്ചുള്ള വാർത്തയാണത്. ഇന്ത്യ എക്കണോമിക്കലി തകരുന്നു എന്നൊക്കെ പറഞ്ഞ അതേ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ യുദ്ധഭീതിയിലും അനിശ്ചിതത്വത്തിലും ആടിയുലയുമ്പോഴും പ്രവചനങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഇന്ത്യ കുതിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ചയാണ് GDP വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. പല സ്ഥാപനങ്ങളും 6%, 6.5% എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഇന്ത്യ 7.7% വളർച്ച കൈവരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പോലും പ്രതീക്ഷിച്ചത് 7.6% വളർച്ചയായിരുന്നെങ്കിൽ അതിനെപ്പോലും കടത്തിവെട്ടിക്കൊണ്ട് 7.7% വളർച്ചയാണ് ഇപ്പോൾ രാജ്യം കാണിക്കുന്നത്. പ്രമുഖ റേറ്റിംഗ് ഏജൻസികളുടെ എല്ലാം പ്രവചനത്തെ മറികടക്കുന്ന ഒരു സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യക്കുള്ളത്. 2023-24 7.2% വളർച്ചയും 2024-25 7.1% വളർച്ചയും രേഖപ്പെടുത്തിയ രാജ്യം 2025-26 ആയപ്പോൾ 7.7% വളർച്ചയാണ് കൈവരിച്ചത്. ഈ യുദ്ധത്തിന്റെ കാലഘട്ടത്തിലും നമ്മുടെ രാജ്യം എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മാനുഫാക്ചറിംഗ് രംഗത്തെ വളർച്ചയാണ്. 2024-25 മാനുഫാക്ചറിംഗ് 9.3% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ 2025-26 10.7% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. നിർമ്മാണ മേഖലയിൽ 7.4%, വ്യാപാരം, ഹോട്ടല്, ഗതാഗതം തുടങ്ങിയ മേഖലയിൽ 11%, ധനകാര്യം, റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സേവനങ്ങളിൽ 10.4% വളർച്ചയുമാണ് നമ്മുടെ രാജ്യം കൈവരിച്ചത്. GDP കണക്കുകൾക്കൊപ്പം സാമ്പത്തിക വിദഗ്ധരെ ആകർഷിക്കുന്നത് ഇന്ത്യയുടെ ആകെ മൂല്യവർദ്ധനവ് നിരക്കാണ്. സബ്സിഡികളും നികുതികളും ഒഴിവാക്കി ഉൽപാദന മികവ് മാത്രം അളക്കുന്ന GVA കഴിഞ്ഞ പാദത്തിൽ 7.9% ഉയർന്നത്. ഇത് കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ബിസിനസ് നിക്ഷേപങ്ങളിലുമുള്ള രാജ്യത്തിന്റെ താൽപര്യം വ്യക്തമാക്കുന്ന ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ കഴിഞ്ഞ 13 ത്രൈമാസങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 10.8% കൈവരിച്ചു. നമ്മുടെ രാജ്യം കേവലം ഉപഭോഗത്തിൽ മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആസ്തി നിർമ്മാണത്തിലും സജീവമാണ് എന്ന് ഇത് അടിവരയിടുകയാണ്. ഇതിലെ ഏറ്റവും സർപ്രൈസിങ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആഗോള തലത്തിൽ ഇന്ത്യ നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളുമായി നോക്കുമ്പോൾ ബഹുദൂരം മുന്നിലാണ്. ഇപ്പോൾ ചൈനയുടെ വളർച്ച 5%, ജപ്പാൻ 2.1% വളർന്നത്, US 1.6%, ദക്ഷിണ കൊറിയ 1.7%, UK 0.6%, ജർമ്മനി 0.3%, ഇറ്റലി 0.3%, ഫ്രാൻസ് 0.1% വളർന്നത്. ഇന്തോനേഷ്യ 5.6% വളർച്ചയും കാണിച്ചു. എന്നാൽ ഇന്ത്യ ആകട്ടെ ക്വാർട്ടർ 4 7.8% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളെക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണ് നമ്മുടെ രാജ്യം. ഇതിൽ നമ്മളാരും അമിതമായി ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അഹങ്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വെല്ലുവിളികൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. നിലവിലെ കണക്കുകൾ നമുക്ക് ആവേശം നൽകുമെങ്കിലും വരും പാദങ്ങളിൽ രാജ്യം വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പശ്ചിമേഷ്യൻ യുദ്ധം മൂലമുണ്ടായ ആഗോള പ്രതിസന്ധികൾ കഴിഞ്ഞ പാദത്തിലെ വളർച്ചയെ ബാധിച്ചിട്ടുണ്ട്. വരും മാസങ്ങളിൽ ഇന്ധന വിലക്കയറ്റവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ചിലപ്പോൾ ഭീഷണിയായേക്കാം. ഇതിനെ മറികടക്കാനുള്ള വഴികളാണ് ഇപ്പോൾ ശരിക്കും നമ്മുടെ ഗവൺമെന്റ് പരിശോധിക്കുന്നത്. ആഗോള പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വളർച്ച ഒരു 6.6% 2026-27 കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ആഗോള പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ വളർച്ച 7% വീണ്ടും കടക്കും. എല്ലാ കണക്കുകൂട്ടലും തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക വളർച്ച GDP ഗ്രോത്ത് നമ്മുടെ രാജ്യത്തിനുണ്ട്. ഇത് ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് പവറായിട്ട് വളരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.